നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ 5 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത വാർത്ത വീണ്ടും കേരളത്തെ ഞെട്ടിപ്പിക്കുകയാണ്. വെച്ചിച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 5 പേർ ചേർന്ന് ആദിവാസി കൂടിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ വെച്ചിച്ചിറ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കേരളത്തിൽ സ്കൂൾ പെൺകുട്ടികൾക്ക് പോലും സമാധാനമായ വിദ്യാലയത്തിൽ പോയി വരാൻ ഭയപ്പാടുണ്ടാക്കുന്ന കാലമാണ്. നിരവധി സ്ഥലത്താണ് സ്കൂൾ വിദ്യാർത്ഥിനികൾ പീഡിപ്പിക്കപ്പെടുന്നത്. പലയിടത്തും കൂട്ടബലാത്സംഗം നടക്കുന്നു. ഇതൊന്നും കേരളത്തിൽ മുൻകാലത്ത് ഇല്ലാത്ത വിധമാണ് വർദ്ധിക്കുന്നത്. കേരളത്തിൽ മുൻകാലത്ത് ഒരു കൂട്ടബലാത്സംഗവും മറ്റുമുണ്ടായാൽ അത് വലിയ രാഷ്ട്രീയ ഭൂകമ്പം തന്നെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരും പ്രതിപക്ഷ കക്ഷികൾ പോലും ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നില്ല. പെൺകുട്ടികളെ സ്കൂളിൽ അയച്ച ശേഷം കാണാതാവുക, കൂട്ടബലാത്സംഗത്തിനിരയാവുക, കൊലപ്പെടുത്തുക എല്ലാം കേരളത്തിൽ അരങ്ങേറുന്നു. രാഷ്ട്രീയ നേതാക്കളും MLA-മാരും വരെ സ്ത്രീപീഡന കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നതാണ് കേരളത്തിൽ ഈ വിധത്തിൽ സ്ത്രീകളെ വേട്ടയാടാൻ കാരണം. ചോദിക്കാൻ പറയാൻ മുന്നോട്ട് വരേണ്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു. പാർട്ടി ഓഫീസിൽ വെച്ച് പോലും പീഡനം അരങ്ങേറുന്നു. കഴിഞ്ഞ ദിവസമാണ് പോലീസുകാരൻ ട്രെയിനിൽ വെച്ച് 14-കാരിയെ പീഡിപ്പിച്ചത്. മതനേതാക്കൾ പലയിടത്തും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു, കുട്ടികളെ മാനഭംഗം ചെയ്യുന്നു. സമൂഹത്തിന്റെ കാവലാളുകളാകേണ്ട രാഷ്ട്രീയക്കാരുടെയും മതനേതാക്കളുടെയും ജനപ്രതിനിധികളിൽ ചിലരുടെ മുഖത്തും ബലാത്സംഗത്തിന്റെയും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യത്തിന്റെയും കറ പുരണ്ടിരിക്കുകയാണ്. കാവൽക്കാർ തന്നെ കള്ളന്മാരായിരിക്കുകയാണ് കേരളത്തിൽ. ശരിക്കും സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കേണ്ട കാവൽക്കാർ കേരളത്തിൽ കള്ളന്മാരാവുമ്പോൾ പെൺകുട്ടികൾക്ക് പോലും രക്ഷയില്ല. നമ്മുടെ കുട്ടികളെ എങ്ങനെ തനിച്ച് പുറത്തുവിടും? സ്കൂളിൽ സമാധാനത്തോടെ അയക്കും, ജോലി സ്ഥലത്ത് വിടും. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോലും പോകുന്ന യുവതികളെ ഉന്നത നേതാക്കൾ സ്ഥാനവും പദവിയും ഓഫർ ചെയ്ത് പീഡിപ്പിക്കുന്നു. ഓഫീസുകളിൽ ഉന്നത പദവിക്കും സ്ഥാനക്കയറ്റത്തിനും വേണ്ടി സ്ത്രീകൾ വഴങ്ങേണ്ടി വരുന്നു. സിനിമയിൽ അവസരങ്ങൾക്ക് വ്യാപകമായി സ്ത്രീ ചൂഷണവും ബലാത്സംഗവും നടക്കുന്നു. കേരളം എല്ലാ നവോത്ഥാനങ്ങൾക്കും മുന്നേ ഉറപ്പുവരുത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവനും അവകാശവുമാണ്. അതിനുശേഷം മതി നമുക്ക് നവോത്ഥാനവും വികസനവും ഒക്കെ. നവോത്ഥാനം എന്നാൽ ക്ഷേത്രത്തിൽ സ്ത്രീകളെ കയറ്റൽ മാത്രമല്ല, സ്ത്രീകൾക്ക് ജീവിക്കാനും ജീവൻ നിലനിർത്താനുമുള്ള മിനിമം സൗകര്യം നാട്ടിൽ ഒരുക്കുന്നത് കൂടി നവോത്ഥാനമാകണം. ഇത്തരം സംഭവങ്ങളുടെ ഏറ്റവും പുതിയ ഇരയാണ് ഇപ്പോൾ പിച്ചിച്ചീന്തിയ ഈ 7ാം ക്ലാസ്സുകാരി. വെച്ചിച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈ കുറ്റവാളികളെ മുഴുവൻ പിടിച്ച് ജയിലിലടച്ചാലും നഷ്ടപ്പെട്ട മാനം ആ പെൺകുട്ടിക്ക് തിരികെ ലഭിക്കുമോ? വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി സ്ഥിരമായി സ്കൂളിൽ എത്താറില്ല. സ്കൂളിൽ പോകുന്ന വഴി പ്രതികളെന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകും. കാറിൽ കൊണ്ടുപോയി എല്ലാവരും ഉപയോഗിക്കും. പകൽ മുഴുവൻ ആ 12 വയസ്സുകാരി ഒരു കൂട്ടം കാമവെറിയന്മാരായ പുരുഷന്മാർക്കിടയിൽ അബോധാവസ്ഥയിലും അവശയായും കഴിയും. നോക്കുക, ഇതെല്ലാം പണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും കേട്ട കുറ്റകൃത്യങ്ങളായിരുന്നു. ഇപ്പോൾ എല്ലാം കേരളത്തിൽ നടക്കുന്നു. ഈ വിദ്യാർത്ഥിനി തുടർച്ചയായി സ്കൂളിലെത്തുന്നില്ലെന്ന് ചൈൽഡ് ഹെൽപ്പ് ലൈനിന് വിവരം ലഭിച്ചു. ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ ഇവർ പോലീസിന് കൈമാറിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് പീഡന വിവരം പുറത്തായത്. 5 പേർ പീഡിപ്പിച്ചതായാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. വീണ്ടും ചോദിക്കട്ടെ, സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിൽ തുടർക്കഥയാകാൻ കാരണം എന്താണ്? എങ്ങനെ നമ്മുടെ മക്കളെ സ്കൂളിൽ ധൈര്യത്തോടെ അയക്കും? ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെയും സീറ്റ് വാങ്ങാനുമുള്ള നെട്ടോട്ടത്തിലാണ്. എല്ലാം കഴിയുമ്പോൾ അവർ വോട്ട് ചോദിക്കാൻ വരും. സ്ത്രീകളുടെ അഭിമാനത്തിനും കുട്ടികളെ കൊല്ലാക്കൊല ചെയ്യുന്നതിനും നിശബ്ദ അനുമതിയാണോ ഇവിടെ പ്രതിപക്ഷവും നൽകുന്നത്? എന്തുകൊണ്ട് അവരും നാവടക്കി കണ്ണടച്ചിരിക്കുന്നു? അവരുടെ നേതാക്കളും ഇത്തരം ചില കേസുകളിൽ പ്രതികൾ തന്നെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.